ഒരൊറ്റ കിഴങ്ങ് വെച്ചിട്ട് ഇത്രയും നല്ല സുന്ദരമായിട്ടുള്ളൊരു പലഹാരം എവിടെ നോക്കിയാലും നമുക്ക് കിട്ടുക. നമ്മളൊക്കെ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഒരുപാട് ചിലവോട് കൂടിയിട്ടുള്ള പലഹാരം വാങ്ങും, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരൊറ്റ ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മൈദ തന്നെ വേണമെന്നില്ല, ഗോതമ്പ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഈ മൈദ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു ലേശം ഉപ്പും ഒരു സ്പൂണോളം ഓയിലും ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതാ ഇതിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട്. ഈ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വലിയൊരു സവാള കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒരു 2 തക്കാളി, ഒരു വലിയതൊക്കെ ആണെങ്കിൽ ഒരു തക്കാളി തന്നെ മതിയാവും, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക കേട്ടോ. കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും തക്കാളിയും സവാളയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ കിഴങ്ങാണെന്ന്. ഈ ഒരു കിഴങ്ങും ഇതിലേക്ക് കിഴങ്ങിൻ്റെ മതി ഇട്ടോ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചിക്കന് കറി വെക്കാൻ കൊണ്ടുവന്നപ്പോൾ അതിൽ നല്ലോണം ഇറച്ചിക്കട്ട മാത്രമുള്ള ചിക്കൻ പീസുകളുണ്ട്. നമ്മൾ കറി വെക്കാനായാലും പൊരിക്കാനൊക്കെ ആയാലും കുറച്ചൊരു എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ് ഏറ്റവും രുചി എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നല്ലോണം ഇറച്ചി മാത്രമല്ല എല്ല് പോലും ഇല്ലാത്ത കഷ്ണം 2-3-4 കഷ്ണം ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് പലഹാരത്തിലേക്ക് ചിക്കൻ ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇട്ടെടുത്ത് അത്രയേ ഉള്ളൂ, കാരണം ഏതായാലും ഇങ്ങനത്തെ ഒരു കഷ്ണങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് കറി വെക്കാനും പൊരിക്കാനൊന്നും ഇതിനോട് താല്പര്യമില്ല. എന്നാലും ഇതുപോലുള്ള പലഹാരങ്ങളിലേക്ക് നമുക്ക് ചിക്കന് എല്ലില്ലാത്തത് വേണേനും, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഉരുളക്കിഴങ്ങ് മാത്രം മതിയാവും. ലേശം കുരുമുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഒരു 3-4 വട്ടം കുക്കറിൽ വിസിലടുപ്പിച്ചതാണിത്. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് ആ ഒരു മാഷർ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ കിളിമ്പിയാലും മതിയാവും. അതുപോലെ തന്നെ ചിക്കനും ഞാനൊന്ന് കൈ കൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ചിക്കന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായ സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ, അതായത് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഇത്തിരി നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിക്കണം. ഈ ഒരു സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, നമ്മളെ ഒരു ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി പുഴുങ്ങിയിട്ടുള്ള വെള്ളം കുറച്ച് ബാലൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇതിലേക്ക് ഇടുമ്പോൾ നല്ല തിക്കായി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് വായൊക്കെ ഒന്ന് കഴുകിയാലും മതിയാവും കേട്ടോ. നോമ്പാണെന്ന് വിചാരിച്ചിട്ട് ഉപ്പ് നോക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മളൊന്ന് വായൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകി മതിയല്ല, തുപ്പി കളഞ്ഞാൽ മാത്രം മതിയാവില്ല, നോമ്പ് മുറിയും. അപ്പം ഒന്ന് കഴുകണം, ഒന്ന് കുലുക്കുഴിയാന്നൊക്കെ പറയും നമ്മളെ ഭാഷയിൽ, അങ്ങനെ ഒന്ന് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ ആ ബോൾസ് അത് ഒന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വലിയൊരു പത്തിരി ആക്കി എടുത്തിട്ട് ഞാൻ. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചതുരത്തിലുള്ളൊരു ഷീറ്റാക്കിയിട്ട് മാറ്റുക. എന്നിട്ട് ആ ഒരു ഷീറ്റിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 2-3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറോ മൈദപ്പൊടി എന്തെങ്കിലും ലേശം വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊരു പാഷാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഷീറ്റിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ചെടുക്കുകയാണ്. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഒരു സൈഡിലും വെക്കണുള്ളെങ്കിലും നന്നായിട്ടൊന്ന് പരത്തി വെച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളെ വീട്ടിൽ സമൂസൻ്റെ ഷീറ്റ് ഉണ്ടാവില്ല, നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ളത്, അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും വലിയ ഷീറ്റ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. സ്പ്രിങ് റോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് വാങ്ങുമല്ലോ റെഡിമെയ്ഡ്, അത് വെച്ചിട്ടും ചെയ്യാം.
ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അങ്ങനത്തെ ഷീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മൈദ കുഴച്ചിട്ട് ഇതുപോലെ ചെയ്തത്. അപ്പോൾ 1 കപ്പ് മൈദ വെച്ചിട്ട് നമുക്ക് വേണ്ട അത്ര ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 2-3 ഗ്ലാസ് മൈദൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറേ ഉണ്ടാക്കട്ടോ. ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിൽ 2-3 പേരൊക്കെ ആണെങ്കിൽ ഈ 1 ഗ്ലാസ് മൈദ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്നിങ്ങനെ റോളാക്കി എടുത്തതിന്, റോളല്ല, ഒരു ചതുരത്തിൽ ഒരു ഇതാക്കിയിട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 2 ബ്രെഡ് എടുത്തിട്ട് ഒരു ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒരു 3 കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സമൂസ ഷീറ്റിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കട്ടിങ്ങിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ഓരോ ഷീറ്റ് എടുക്കുക, അതിൽ ഈ ഒരു ഫില്ലിങ് ഇങ്ങനെ പരത്തി കൊടുക്കുക, എന്നിട്ടിങ്ങനെ മടക്കിയാൽ മാത്രം മതിയാവും. ഇത് കുറച്ച് വലിയതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. കാരണം നമ്മൾ സമൂസ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ കുറച്ച് വലുപ്പത്തിലാക്കി ഇങ്ങനെ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സമൂസ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കട്ടിങ്ങിൻ്റെ ആവശ്യം വരില്ല. എന്നിട്ടിതാ ഇതിൻ്റെ ഈ ഒരു ഉൾഭാഗത്തേക്കൊക്കെ നമ്മൾ ഈ ഒരു ബാറ്റർ ഇങ്ങനെ പശ തേച്ച് കൊടുക്കണം. ഇതാ 2 സൈഡിലും തേച്ച് കൊടുക്കുക കേട്ടോ. 2 സൈഡിലും പുറത്തിലൊക്കെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു ബൗളിലാണ് ഈ ഒരു പശ തയ്യാറാക്കിയത്. കുറച്ചും കൂടെ വലിയൊരു സാസറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതെടുത്തിട്ട് അവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രെഡ് ക്രംസിൽ 2 സൈഡും ഇതുപോലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് എണ്ണ കയറി പോകുന്ന പ്രശ്നമില്ല. പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ബ്രെഡിൻ്റെ ടേസ്റ്റ് കിട്ടും. എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരിതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു സാസറിലേക്ക് മാറ്റിയിട്ട് ഒരു ബാറ്റർ നമുക്ക് വേഗം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആക്കണം. എന്നാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചിക്കനില്ല വേണമെങ്കിൽ കോഴിമുട്ട വെച്ചിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങില്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസൊക്കെ നമ്മളെ വീട്ടിൽ ഇപ്പോൾ അത്താഴത്തിനൊക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് വെച്ച് ബാലൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സവാളൻ്റെ കൂടെ വഴറ്റിയെടുത്തിട്ട് ഒരു മുട്ടയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മുട്ടയും വേണ്ട ഉരുളക്കിഴങ്ങും ഇല്ലെങ്കിൽ പോലും നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. എന്നും നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക, നോമ്പിനൊക്കെ വേഗം ഹോട്ടലിലൊക്കെ പോയിട്ട് വാങ്ങലായിരിക്കുമല്ലോ എണ്ണക്കടിയൊക്കെ. അതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് കുറഞ്ഞ ചിലവിൽ ഇഷ്ടം പോലെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ അത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കുക. ഇങ്ങനെ പൊടി കുഴച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, പൊടി കുഴക്കാതെ നമുക്ക് ഷീറ്റ് വാങ്ങിയിട്ടും ചെയ്യാം. അപ്പോൾ എന്നും സമൂസ തന്നെ അധികം വീടുകളിലും സമൂസയാണ് പൊതുവെ നോമ്പിന് വാങ്ങലും ഉണ്ടാക്കലും. അപ്പോൾ എന്നും ഒരേ കടി തന്നെ ഉണ്ടാക്കണതിനേക്കാൾ പിന്നെ സമൂസൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും എണ്ണയിൽ മുക്കിയൊക്കെ പൊരിക്കും അല്ലേ. പക്ഷേ ഇതാകുമ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ മുക്കി പൊരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് വേഗം റെഡി ആവണമെങ്കിൽ എണ്ണയൊക്കെ ഇട്ടിട്ട് കോരിയെടുക്കുക. അതല്ല, എണ്ണ വല്ലാതെ കുടിക്കുന്ന പേടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പാനിൽ കുറച്ച് ഇറ്റിച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ ഇറ്റിച്ച് കൊടുത്തിട്ട് അതിലൊന്ന് വെച്ചിട്ടൊന്ന് പുരട്ടി ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. പക്ഷേ ഞാനിത് വേഗം ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണയിലൊന്ന് മുക്കി പൊരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എണ്ണയിൽ മുക്കി പൊരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതിൽ എണ്ണ കൊടുക്കൂല. കാരണം സമൂസ ഷീറ്റ് പോലെ നമ്മൾ ഷീറ്റും പിന്നെ ഈ ബ്രെഡ് ക്രംസ് കൊണ്ട് കവറിങ് കൂടി ആയതുകൊണ്ട് ഉള്ളിലേക്ക് എണ്ണ പോവുകയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ, അത്രയേ ഉള്ളൂ. അപ്പോൾ എണ്ണ ഒന്നും ഒട്ടും കുടിക്കാത്ത നല്ലൊരു അടിപൊളി, കാണാൻ നല്ലൊരു മൊഞ്ചും എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങും ഇതും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയണ്ടാവില്ല. നമുക്ക് നോമ്പിന് ഇത് ഒരെണ്ണം കിട്ടിയാൽ മതിയാവും, റാഹത്താവും. പിന്നെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വാങ്ങുമ്പോൾ ഇതുപോലുള്ളൊന്നും കിട്ടൂല. പിന്നെ എന്തായാലും നമ്മൾ കടയിൽ നിന്ന് എന്ത് കടി വാങ്ങുകയാണെങ്കിലും അത്യാവശ്യം നല്ല പൈസയും കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ കൂട്ടിയിട്ട് ഫില്ലിങ് തയ്യാറാക്കുക, അല്ലെങ്കിൽ ചിക്കൻ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒഴിവാക്കുക, വെറും വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് നമുക്ക് ആ നോമ്പിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കിട്ടില്ല ഐറ്റംസാണിത്. കാണുമ്പോൾ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തുനിന്ന് ലൈക്കൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു മലപ്പുറം ഇത് ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ കിട്ടണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതിനുൾഭാഗം ഇതാ